നമസ്കാരം. ജമ്മു കാശ്മീരിൽ അടുത്ത മാസം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കിടിലൻ തീരുമാനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്ന അടിയുറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് 90 സീറ്റുകളിലും BJP ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ ചുമതലകൾ ഉത്തരവാദിത്തപ്പെട്ട 2 പേരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഈ സമയത്തിൽ നിരവധി PDP MLA മാരുടെ BJPയിലേക്കുള്ള ചേക്കേറലും തുടരുകയാണ്. കശ്മീരിലെ ജനങ്ങൾ BJPയെ ഒരു വികാരമായി ഉൾക്കൊണ്ട് പാർട്ടിക്കൊപ്പം നിൽക്കുകയാണ്. കശ്മീർ ജനതയുടെ ഈ പിന്തുണ പാർട്ടിക്ക് ഒരു പുതു ചരിത്രം കുറിക്കാൻ സഹായിക്കും എന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ലെന്നും അമിത്ഷാ പറഞ്ഞു. എന്നാൽ BJPയുടെ തേരോട്ടത്തെ എങ്ങനെ തുരങ്കം വെച്ച് ഇല്ലാതാക്കാം എന്ന ചിന്തയിലാണ് കോൺഗ്രസ്. അതിന്റെ പടിയാണ് കോൺഗ്രസ് നാഷണൽ സഖ്യം ഏറ്റെടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ എന്നിവർ നാഷണൽ കോൺഫറൻസ് പാർട്ടി നേതാക്കളായ ഫറൂഖ് അബ്ദുള്ള, മകൻ ഒമർ അബ്ദുള്ള എന്നിവരുമായി ശ്രീനഗറിൽ നടത്തിയ ചർച്ചയിലാണ് സഖ്യ തീരുമാനം ഉണ്ടായത്. നാഷണൽ കോൺഫറൻസ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാകിസ്ഥാനുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്നവയാണ്. ഈ സഖ്യത്തിലൂടെ കശ്മീർ ജനതയുടെ നാശമാണ് പാർട്ടി ലക്ഷ്യമിട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സാഹചര്യത്തിൽ നാഷണൽ കോൺഫറൻസുമായി സഖ്യത്തിന് ധാരണയായ കോൺഗ്രസിനോട് 10 ചോദ്യവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിരിക്കുകയാണ്. നാഷണൽ കോൺഫറൻസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാട് ചോദ്യം ചെയ്തിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി. രാജ്യത്തിന്റെ ഐക്യവും സുരക്ഷയും മറന്നിട്ട് അധികാരത്തിനായി തന്ത്രങ്ങൾ മെനയുന്ന കോൺഗ്രസ് ഒരിക്കൽ കൂടി രാജ്യത്തിന് മുമ്പിൽ നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരത്തിനായി രാജ്യത്തിന്റെ ഐക്യവും സുരക്ഷയും പലതവണ പണയപ്പെടുത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന കാര്യം അമിത്ഷാ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിൽ അബ്ദുള്ളയുടെ കുടുംബത്തിൽ നാഷണൽ കോൺഫറൻസുമായി സഖ്യമുണ്ടാക്കിയ കോൺഗ്രസ് അതിന്റെ ഗൂഢലക്ഷ്യങ്ങൾ ഒരിക്കൽ കൂടി തുറന്നുകാട്ടിയെന്നും അമിത്ഷാ പറഞ്ഞു. കോൺഗ്രസിനും രാഹുലിനുമെതിരെ 10 ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പതാക, കാശ്മീരിന് പ്രത്യേക സ്വയംഭരണ അവകാശം നൽകുന്ന ആർട്ടിക്കിൾ 370, 35A എന്നിവ പുനഃസ്ഥാപിക്കണമെന്ന നാഷണൽ കോൺഫറൻസിന്റെ വാഗ്ദാനം എന്നിവ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ എന്നും അമിത്ഷാ ചോദിച്ചു. കാശ്മീരിനെ അശാന്തിയുടെയും ഭീകരതയുടെയും യുഗത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന വാഗ്ദാനങ്ങളാണ് ഇവയെന്നും അദ്ദേഹം വിമർശിച്ചു. ദേശീയ സുരക്ഷയ്ക്കും ഏകീകരണത്തിനുമായി 2019 BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിരുന്നു. പാകിസ്ഥാനുമായി LOC വ്യാപാരം ആരംഭിക്കുമെന്ന കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന്റെ നിലപാടിനെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. കാശ്മീരിലെ യുവാക്കൾക്ക് പകരമായി പാകിസ്ഥാനോട് സംസാരിച്ച വിഘടനവാദവും പ്രോത്സാഹിപ്പിക്കുന്നതിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പാകിസ്ഥാനുമായി വ്യാപാരം തുടങ്ങാനുള്ള NCAയുടെ തീരുമാനത്തിന്റെ ഫലമായി അതിർത്തിക്ക് അപ്പുറമുള്ള തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുന്നതിനെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പിന്തുണയ്ക്കുന്നുണ്ടോ എന്നും തീവ്രവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങളെ സർക്കാർ തസ്തികകളിലേക്ക് പുനഃസ്ഥാപിച്ചു കൊണ്ടുവരുന്നതിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ജമ്മു കാശ്മീരിലെ പ്രമുഖ സ്ഥലങ്ങളായ ശങ്കരാചാര്യ ഹിൽ, ഹരി ഹിൽ തുടങ്ങിയ സ്ഥലങ്ങളുടെ പേര് ഇസ്ലാമിക് അർത്ഥങ്ങളുള്ള പേരുകളാക്കുവാനുള്ള സഖ്യകക്ഷിയുടെ നീക്കത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നും കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിനെ ആഭ്യന്തരമന്ത്രി ചോദ്യം ചെയ്യുന്നുണ്ട്. കോൺഗ്രസിനെ ചോദ്യശരങ്ങൾ കൊണ്ട് ഉത്തരം മുട്ടിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ.